നമസ്കാരം. കുവൈറ്റിലെ വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന വേദിയായ കുവൈറ്റ് ജനം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മാനവരാശിയുടെ പാപപരിഹാരത്തിനായി യേശുക്രിസ്തു കുരിശിലേക്ക് പെട്ടതിന്റെ ഓർമ്മ പുതുക്കി കുവൈറ്റിലെ വിവിധ ദേവാലയങ്ങളിലും വിപുലമായ ശുശ്രൂഷകൾ നടന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ നിലനിൽക്കുന്ന അശാന്തിയുടെയും സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിലും പ്രത്യാശ കൈവിടാതെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനകളിൽ പങ്കുചേർന്നത്. യുദ്ധഭീതിയും അസമാധാനവും നിഴലിക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശം നെഞ്ചിലേറ്റിയാണ് കുവൈറ്റിലെ പ്രവാസി ക്രൈസ്തവർ ഇത്തവണത്തെ വിശുദ്ധവാരം ആചരിക്കുന്നത്. മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതീവ സങ്കീർണമായി തുടരുമ്പോഴും വിശ്വാസ തീക്ഷ്ണതയോടെയാണ് കുവൈറ്റിലെ ക്രൈസ്തവർ ദേവാലയങ്ങളിലേക്ക് എത്തിയത്. പെസഹ വ്യാഴാഴ്ച പുലർച്ചെ 5:30 മുതൽ തന്നെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക ബലിയർപ്പണങ്ങളും കാൽകഴുകൽ ശുശ്രൂഷകളും ആരംഭിച്ചു. വിനയത്തിൻ്റെയും സേവനത്തിൻ്റെയും സന്ദേശം വിളിച്ചോതിയ കാൽകഴുകൽ ശുശ്രൂഷകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ലോക സമാധാനത്തിനായും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിക്കുന്നതിനുമായി ദേവാലയങ്ങളിൽ പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനകൾ നടന്നു. കുവൈറ്റ് സിറ്റിയിലെ NECK പരിസരത്ത് നടന്ന സെന്റ് ജോർജ് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ ശുശ്രൂഷകളിൽ വൻ ജനപങ്കാളിത്തമാണ് ദൃശ്യമായത്. കുവൈറ്റ് സെന്റ് ജോർജ് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് റവറന്റ് ഫാദർ സ്റ്റീഫൻ നെടുവക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സിറ്റിയിലെ നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് ഹാളിൽ നടന്ന ചടങ്ങുകളിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വിശ്വാസികൾ കുരിശുമരണ സ്മരണ പുതുക്കി. പീഡനാനുഭവ വായനകളും പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയുടെ ഭാഗമായി നടന്നു. ഇടവകയിലെ നിരവധി കുടുംബങ്ങൾ പ്രാർത്ഥനാ നിർഭരമായി ചടങ്ങുകളിൽ സജീവമായി പങ്കെടുത്തു. കുവൈറ്റിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമൂഹങ്ങളിൽ ഒന്നായ സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ദുഃഖവെള്ളി ആചരണവും ശ്രദ്ധേയമായിരുന്നു. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കി സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ ശുശ്രൂഷകളാണ് നടന്നത്. നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് മഹാ ഇടവക വികാരി റവറന്റ് ഫാദർ ഡോക്ടർ ബിജു ജോർജ് പാറയ്ക്കൽ, സഹവികാരി റവറന്റ് ഫാദർ മാത്യു തോമസ് എന്നിവർ നേതൃത്വം നൽകി. മാനവരാശിയുടെ പാപപരിഹാരത്തിനായി ക്രൂശിതനായ ക്രിസ്തുവിന്റെ ത്യാഗത്തെ ധ്യാനിച്ചുകൊണ്ട് നടന്ന ശുശ്രൂഷകളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനയോടെ പങ്കുചേർന്നത്. സഭയുടെ പാരമ്പര്യമനുസരിച്ചുള്ള പ്രത്യേക പ്രാർത്ഥനാക്രമങ്ങളും കുരിശുവണക്കവും ചടങ്ങുകളിൽ നടന്നു. സാൽമിയ സെന്റ് തെരേസസ് ചർച്ചിലും ക്നാനായ സമൂഹത്തിന്റെ പള്ളികളിലും ശുശ്രൂഷകൾക്ക് നൂറുകണക്കിന് വിശ്വാസികൾ സാക്ഷ്യം വഹിച്ചു. യൂദാസ് ഒരു ഗണം പടയാളികളെയും പുരോഹിത പ്രമുഖന്മാരുടെയും സേവകരുടെയും അടുക്കിൽ നിന്ന് സേവകരെയും കൂട്ടി സാൽമിയ സെന്റ് തെരേസസ് ചർച്ചിൽ നടന്ന വിശുദ്ധവാര ചടങ്ങുകൾക്ക് ഫാദർ ജെയ്സൺ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കത്തോലിക്ക സഭയുടെ പാരമ്പര്യമനുസരിച്ചുള്ള കുരിശിന്റെ വഴിയും പീഡനാനുഭവ വായനകളും ഇവിടെ ഭക്തിപൂർവ്വം നടന്നു. അവർ പിൻവലിയുകയും നിലം പതിക്കുകയും ചെയ്തു.
അവൻ വീണ്ടും ചോദിച്ചു, സമാനമായ രീതിയിൽ സെന്റ് പീറ്റേഴ്സ് ജ്ഞാനായ ദേവാലയത്തിലും ദുഃഖവെള്ളി ശുശ്രൂഷകൾ ഭക്തിസാന്ദ്രമായി. ഫാദർ സിജിൻ ജോസിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് ജ്ഞാനായ സമുദായത്തിന്റെ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ക്രിസ്തുവിന്റെ അന്ത്യയാത്രയെ അനുസ്മരിച്ചുകൊണ്ട് നടന്ന പ്രദക്ഷിണവും പ്രാർത്ഥനകളും വിശ്വാസികൾക്ക് ആത്മീയ അനുഭൂതി പകർന്നു. അഹമ്മദി സെന്റ് പോൾസ് ദേവാലയത്തിൽ നടന്ന സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പഴയ പള്ളിയുടെ ശുശ്രൂഷകളിൽ 1000-ലേറെ വിശ്വാസികളാണ് എത്തിച്ചേർന്നത്. കുവൈറ്റിലെ തെക്കൻ മേഖലയിലുള്ള വിശ്വാസികൾക്കായി അഹമ്മദി സെന്റ് പോൾസ് ദേവാലയത്തിൽ വെച്ചാണ് സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പഴയപള്ളി ദുഃഖവെള്ളി ശുശ്രൂഷകൾ സംഘടിപ്പിച്ചത്. ഇടവക വികാരി റവറൻ ഫാദർ എബ്രഹാം പി ജെ, റവറൻ ഫാദർ ജോമോൻ ചെറിയാൻ എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആയിരത്തിലേറെ വിശ്വാസികൾ ഒരേ മനസ്സോടെ പ്രാർത്ഥനകളിൽ പങ്കുചേർന്നത് ശ്രദ്ധേയമായി. കുരിശുമരണത്തിന് മുന്നോടിയായുള്ള പീഡനാനുഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രത്യേക പ്രാർത്ഥനകളും കൈപ്പനീർ കുടിക്കലും വിനയത്തോടും ഭക്തിയോടും കൂടി വിശ്വാസികൾ പൂർത്തിയാക്കി. വിവിധ ദേവാലയങ്ങളിലെ ശുശ്രൂഷകൾക്ക് ശേഷം കന്നിനേർച്ചയോടെയാണ് വിശ്വാസികൾ മടങ്ങിയത്. പീഡനാനുഭവങ്ങൾക്കും മരണത്തിനപ്പുറം പ്രത്യാശയുടെയും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമെന്ന വിശ്വാസമാണ് ഈ അശാന്തിയുടെ കാലത്തും പ്രവാസികൾക്ക് കരുത്താകുന്നത്. കുവൈറ്റിന്റെ ഭക്ഷ്യസുരക്ഷയിൽ നിർണായക പങ്ക് വഹിക്കുന്ന കബ്ദിലെ കന്നുകാലി വളർത്തൽ കേന്ദ്രങ്ങൾ പുതിയ മാറ്റങ്ങളിലേക്ക്. കേവലം വിനോദത്തിനുള്ള ഇടങ്ങൾ എന്നതിലുപരി പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തിന് താങ്ങായി നിൽക്കുന്ന ഉൽപാദന കേന്ദ്രങ്ങളായി ഈ ജാക്കോറുകളെ മാറ്റേണ്ടതിന്റെ ആവശ്യകത ഏറുകയാണ്. കബ്ദിലെ പശു വളർത്തൽ രീതികളെക്കുറിച്ചും നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും വിശദമായ വിവരങ്ങളിലേക്ക്. കുവൈറ്റിലെ കബ്ദ് മേഖലയിലെ ജാക്കോറുകൾ ഇന്ന് രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ മുഖ്യ കേന്ദ്രങ്ങളാണ്. ഇവിടെ എത്തിക്കുന്ന ഓരോ കന്നുകാലിയും കേവലം മൃഗങ്ങൾ മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷാ ഭൂപടത്തിലെ പ്രധാന കണ്ണികളാണ്. ജാക്കോറുകളെ വെറും പാർപ്പിട ഇടങ്ങളായല്ല, മറിച്ച് ഉൽപാദന കേന്ദ്രങ്ങളായാണ് കാണേണ്ടത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പശുക്കളെയും കാളകളെയും ഇവിടെ ശാസ്ത്രീയമായ രീതിയിൽ വളർത്തുന്നു. ഈജിപ്ത്, ഇന്ത്യ, സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കന്നുകാലികളെ മികച്ച പരിചരണത്തിലൂടെയാണ് ഇറച്ചി ഉൽപാദനത്തിനായി സജ്ജമാക്കുന്നത്. ഓരോ ഇനത്തിനും അനുയോജ്യമായ പ്രത്യേക പരിചരണ രീതികളാണ് ഇവിടെ പിന്തുടരുന്നത്. ഭാരം വർദ്ധിപ്പിക്കുന്ന ഫാറ്റനിങ് പ്രക്രിയയാണ് കബ്ദിലെ ഫാമുകളുടെ പ്രത്യേകത. ഏകദേശം 100 കിലോയോളം മാത്രം ഭാരമുള്ള പശുക്കുട്ടികളെ ഇവിടെ എത്തിച്ച് കൃത്യമായ തീറ്റ ക്രമീകരണത്തിലൂടെ 500 മുതൽ 600 കിലോ വരെ ഭാരമുള്ളവരെയാക്കി മാറ്റുന്നു. കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ മികച്ച ഉൽപാദനം ഉറപ്പാക്കാൻ ഈ രീതി സഹായിക്കുന്നു. കന്നുകാലികളുടെ ആഹാരക്രമത്തിൽ അതീവ ശ്രദ്ധയാണ് ഉടമകൾ പുലർത്തുന്നത്. വൈക്കോൽ, പച്ചപ്പുല്ല്, സോയ എന്നിവയ്ക്ക് പുറമെ പോഷക ഗുണമേറിയ ശർക്കര പാനീയം ഇവയ്ക്ക് നൽകുന്നുണ്ട്. കന്നുകാലികൾക്ക് പെട്ടെന്ന് ഭാരം വർദ്ധിപ്പിക്കുവാനും അവയുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും ഇത്തരം പോഷകാഹാരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഈ മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കന്നുകാലി തീറ്റയുടെ അമിതമായ വിലക്കയറ്റമാണ്. മുൻപ് 1 ടൺ വൈക്കോലിന് 30 ദിനാർ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോഴത് 150 ദിനാറിന് മുകളിലേക്ക് ഉയർന്നിരിക്കുന്നു. ഉൽപാദന ചെലവ് കുത്തനെ കൂടുന്നത്
സാധാരണക്കാരായ കർഷകർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കബ്ദ് മേഖല അടുത്ത കാലത്തായി കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്നത് ഉൽപാദനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ജാക്കോറുകളുടെ യഥാർത്ഥ ലക്ഷ്യം കന്നുകാലി വളർത്തലാണെന്നും അത് വിനോദത്തിനു വേണ്ടി മാറിക്കൊടുക്കരുതെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഭക്ഷ്യ ഉൽപാദന രംഗത്ത് ജാക്കോറുകൾ നൽകുന്ന സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. കർഷകർക്ക് ആവശ്യമായത് ലഭ്യമാക്കിയും ഉൽപാദനം വർദ്ധിപ്പിച്ചും മുന്നോട്ടു പോയാൽ കുവൈറ്റിന് ഭക്ഷ്യസുരക്ഷയിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നതിൽ തർക്കമില്ല. മേഖലയിലെ അസാധാരണ സാഹചര്യങ്ങൾക്കിടയിലും കുവൈറ്റിലേക്കുള്ള അവശ്യ സാധനങ്ങളുടെ വരവ് തടസ്സമില്ലാതെ തുടരുന്നു. രാജ്യത്തിന്റെ പ്രധാന വ്യാപാര സ്ഥിരയായ ഷുവൈക്ക് തുറമുഖത്ത് കസ്റ്റംസ് വിഭാഗം 24 മണിക്കൂറും പൂർണ്ണ സജ്ജമാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ, മരുന്നുകൾ തുടങ്ങി എല്ലാ അവശ്യ സാധനങ്ങളും സുരക്ഷിതമായി വിപണിയിൽ എത്തുന്നുണ്ടെന്ന് അധികൃതർ ഉറപ്പു നൽകുന്നു. കുവൈറ്റിന്റെ ഇറക്കുമതി കയറ്റുമതി മേഖലയുടെ ചാലക ശക്തിയായ ഷുവൈക്ക് തുറമുഖത്ത് കസ്റ്റംസ് വിഭാഗം അതീവ ജാഗ്രതയിലാണ്. നോർത്തേൺ പോർട്ട് കസ്റ്റംസ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ 24 മണിക്കൂറും ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. വിമാനമാർഗമുള്ള സർവീസുകളിൽ തടസ്സങ്ങൾ നേരിട്ടപ്പോൾ പകരം കര കടൽ മാർഗങ്ങൾ വഴി ചരക്കുകൾ എത്തിക്കാൻ കുവൈറ്റ് മുൻകൂട്ടി തയ്യാറാക്കിയ അടിയന്തര പദ്ധതികൾ ഫലം കാണുന്നുണ്ട്. ചരക്കുകളുടെ രേഖകൾ പരിശോധിക്കുന്നത് മുതൽ അവ വിട്ടു നൽകുന്നത് വരെയുള്ള നടപടിക്രമങ്ങൾ ഒട്ടും വൈകാതെ പൂർത്തിയാക്കാൻ പ്രത്യേക സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 16 സർക്കാർ വകുപ്പുകളുമായി ഏകോപിപ്പിച്ചാണ് കസ്റ്റംസ് വിഭാഗം പ്രവർത്തിക്കുന്നത്. ഭക്ഷണ സാധനങ്ങൾക്കും മരുന്നുകൾക്കുമാണ് പരിശോധനയിൽ മുൻഗണന. ഇവ വിപണിയിൽ എത്തിക്കാൻ ഏതൊരുവിധ കാലതാമസവും അനുവദിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഓരോ ബാഗും ഓരോ പാഴ്സലും ആധുനിക സ്കാനറുകൾ, ട്രെയിൻഡ് ഡോഗ് യൂണിറ്റുകൾ എന്നിവയുടെ സഹായത്തോടെയാണ് പരിശോധിക്കുന്നത്. ചരക്കുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, പരിസ്ഥിതി വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ സാമ്പിളുകൾ ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. വെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്കായി വിദേശത്തു നിന്നെത്തുന്ന ചരക്കുകൾ മുടക്കമില്ലാതെ വിപണിയിലെത്തുന്നുണ്ട്. കുവൈറ്റിലെ എല്ലാ അതിർത്തികളും തുറമുഖങ്ങളും നിരീക്ഷിക്കാൻ അത്യാധുനിക ഒരു കൺട്രോൾ റൂം സജ്ജമാണ്. സുരക്ഷാ നടപടികളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ ചരക്ക് നീക്കം സുഗമമാക്കാൻ ഈ കേന്ദ്രം സഹായിക്കുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും വാണിജ്യ മന്ത്രാലയത്തിൻ്റെയും പൂർണ്ണ പിന്തുണയോടെയാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും നേരിടാൻ കുവൈറ്റിന്റെ വിതരണ ശൃംഖലയും സുരക്ഷാ സംവിധാനങ്ങളും പൂർണ്ണ സജ്ജമാണ്. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും വിപണിയിൽ എല്ലാ സാധനങ്ങളും സുലഭമാണെന്നും ഷുവൈക്ക് തുറമുഖത്തു നിന്നുള്ള ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രതിസന്ധികൾക്കിടയിലും തളരാതെ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ കുവൈറ്റിലെ ഭവൻസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂൾ സജ്ജമായി. ഏപ്രിൽ ആദ്യവാരം മുതൽ ആരംഭിക്കുന്ന ക്ലാസുകൾക്കായി വിപുലമായ തയ്യാറെടുപ്പുകളാണ് സ്കൂൾ മാനേജ്മെന്റ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഓൺലൈൻ പഠനത്തിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സ്കൂൾ ചെയർമാൻ N.K. Ramachandra Menon അറിയിച്ചു. It's a challenging time for all of us, including the parents, the teachers
and everybody in the school. We have done all the best what we can do for the children and to make the parents confidence that we never ignore the education of the children, and we are looking after that. And our team, principal and the vice principals will explain. ഏപ്രിൽ ആദ്യവാരം തുടങ്ങുന്ന അധ്യയന വർഷത്തിനായി സ്കൂൾ പൂർണ്ണ സജ്ജരാണ്. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരുപോലെ വെല്ലുവിളി നിറഞ്ഞ സമയമാണിതെങ്കിലും കുട്ടികളുടെ പഠനകാര്യത്തിൽ വിട്ടുവീഴ്ചയുണ്ടാവില്ലെന്ന് ചെയർമാൻ വ്യക്തമാക്കി. സ്കൂളിലെത്തുന്ന കുട്ടികൾക്കായാലും വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്കായാലും കൃത്യമായ സുരക്ഷയും ശ്രദ്ധയും ഉറപ്പാക്കിയിട്ടുണ്ട്. ആത്മവിശ്വാസത്തോടെ പുതിയ വർഷത്തെ നേരിടാൻ അദ്ദേഹം വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആഹ്വാനം ചെയ്തു. രാജ്യം നേരിടുന്ന അസാധാരണമായ ഈ സാഹചര്യത്തിൽ അനിശ്ചിതത്വങ്ങൾ സ്വാഭാവികമാണെന്നും എന്നാൽ കൃത്യമായ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാനാണ് സ്കൂൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും പ്രിൻസിപ്പൽ ആനന്ദ് വിക്ടർ വ്യക്തമാക്കി. കാര്യങ്ങൾ പൂർണ്ണമല്ലെങ്കിൽ പോലും ദൗത്യം ഏറ്റെടുക്കാൻ സ്കൂൾ സജ്ജമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. There are moments in life when uncertainty fills the air, when questions seem louder than answers, when the future looks unclear. We are living in a time when uncertainty is real, when concerns are valid, when every family is thinking about safety, stability and the future. അനിശ്ചിതത്വങ്ങൾക്കിടയിലും കൃത്യമായ ലക്ഷ്യബോധത്തോടെയാണ് സ്കൂൾ മുന്നോട്ട് പോകുന്നതെന്ന് പ്രിൻസിപ്പൽ ആനന്ദ് വിക്ടർ പറഞ്ഞു. കോവിഡ് കാലത്തെ അനുഭവങ്ങൾ പാഠമാക്കി അധ്യാപകർക്ക് പ്രത്യേക ഡിജിറ്റൽ പരിശീലനം നൽകി കഴിഞ്ഞു. വെർച്വൽ ക്ലാസ് റൂമുകൾ കൂടുതൽ ആകർഷകമാക്കാൻ പാഠ്യപദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, മൈക്രോസോഫ്റ്റ് ടീംസ് എന്നിവ വഴി പഠന സാമഗ്രികൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കും. As we reopen the doors, we may not begin the way we dreamed and planned, but we will begin. Not because everything is ready, but because we are ready. Not because the path is clear, but because our purpose is. ഞങ്ങൾ പുതിയ നാളെ നേരിടാൻ തയ്യാറാണ്. എല്ലാം തികഞ്ഞതുകൊണ്ടല്ല, മറിച്ച് ഏത് സാഹചര്യത്തിലും ജീവിതം മുന്നോട്ട് പോകണമെന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ ദൗത്യം ഏറ്റെടുക്കുന്നതെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. And we move forward with resilience because strength is not the absence of difficulty, but the ability to rise in spite of it. Our students, our teachers, our parents have shown this strength in remarkable ways, and that resilience will carry us forward. പരമ്പരാഗത ക്ലാസ് മുറികളിൽ നിന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള മാറ്റം അധ്യാപകർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ പാഠമാക്കി അധ്യാപകർക്ക് പ്രത്യേക ഡിജിറ്റൽ പരിശീലനം നൽകി അവരെ ഈ ദൗത്യത്തിനായി ശാക്തീകരിച്ചിട്ടുണ്ടെന്ന് സീനിയർ വൈസ് പ്രിൻസിപ്പൽ മീനാക്ഷി നയ്യാർ ചൂണ്ടിക്കാട്ടി. And we have learnt our lessons from the COVID time. With resilience and determination, the school leadership made a bold decision to shift to online learning. The focus was clear: empower teachers first. Comprehensive training programs were introduced. കുട്ടികൾക്ക് മികച്ച അനുഭവം നൽകാൻ പാഠ്യപദ്ധതിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഓൺലൈൻ പഠനം കൂടുതൽ ഫലപ്രദമാകാൻ അധ്യാപകരെ സജ്ജരാക്കുന്നതിൽ സ്കൂൾ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ടെന്ന് സീനിയർ വൈസ് പ്രിൻസിപ്പൽ മീനാക്ഷി നയ്യാർ പറയുന്നു. Teachers were equipped with digital skills, guided on virtual classroom management, and trained to use innovative tools for engagement. The curriculum was thoughtfully redesigned. Specially curated modules ensured that lessons remained interactive, engaging, and effective even in virtual space. അധ്യാപകരുടെ ഡിജിറ്റൽ കഴിവുകൾ വർദ്ധിപ്പിക്കാനാണ് ഞങ്ങൾ ആദ്യ മുൻഗണന നൽകിയത്. സമഗ്രമായ പരിശീലന പരിപാടികളിലൂടെ വെർച്വൽ ക്ലാസ് റൂമുകൾ കൈകാര്യം ചെയ്യാൻ ഞങ്ങളുടെ അധ്യാപകർ ഇപ്പോൾ പ്രാപ്തരാണ്. പുതിയ അധ്യയന വർഷത്തിൽ രക്ഷിതാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വിപുലമായ ഓറിയന്റേഷൻ സെഷനുകളാണ് സ്കൂൾ സംഘടിപ്പിക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സുകളെക്കുറിച്ചുള്ള രക്ഷിതാക്കളുടെ ആശങ്കകൾ പരിഹരിക്കുവാനും അവരുമായി നിരന്തരമായ ആശയവിനിമയം ഉറപ്പാക്കാനും അധ്യാപകർ നേരിട്ട് ബന്ധപ്പെടുന്നുണ്ടെന്ന് വൈസ് പ്രിൻസിപ്പൽ സന്തോഷ് ചുങ്കത്ത് പറഞ്ഞു. We conducted parent orientation sessions across all grades, offering flexible times so every parent could participate comfortably. രക്ഷിതാക്കളുമായി നിരന്തരം സംവദിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
പുതിയ പഠന രീതിയുമായി രക്ഷിതാക്കളെ ചേർത്ത് നിർത്താൻ പ്രത്യേക ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ സ്കൂൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് വൈസ് പ്രിൻസിപ്പൽ സന്തോഷ് ചുങ്കത്ത് പറഞ്ഞു. We are also fully prepared to conduct our first parent-teacher meeting of the academic year through online, ensuring continuity of engagement and feedback. ഓൺലൈൻ പഠനത്തിൽ കുട്ടികൾ നേരിടുന്ന സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കാൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം കൂടുതൽ ലളിതമാക്കിയിട്ടുണ്ട്. സ്ക്രീൻ ടൈം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ടൈം ടേബിളിൽ കൃത്യമായ ഇടവേളകൾ നൽകിയിട്ടുണ്ടെന്നും പഠനത്തോടൊപ്പം നൃത്തം, സംഗീതം, കായികം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മിഡിൽ വിംഗ് വൈസ് പ്രിൻസിപ്പൽ ലിജു ജോസഫ് വ്യക്തമാക്കി. A concern was the availability of study materials in a proper and organized way. We have a very student-friendly learning management system on our digital campus where students receive all the study materials required. ഡിജിറ്റൽ ക്യാമ്പസ്, MS ടീംസ് എന്നിവ വഴി പഠന സാമഗ്രികളും അസൈൻമെന്റുകളും കുട്ടികൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നുണ്ട്. കുട്ടികൾ ഓൺലൈൻ പഠനം ആസ്വദിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. സാങ്കേതിക തടസ്സങ്ങളില്ലാതെ പഠന സാമഗ്രികൾ കുട്ടികളിലേക്ക് എത്തുന്നുണ്ടെന്ന് മിഡിൽ വിംഗ് വൈസ് പ്രിൻസിപ്പൽ ലിജു ജോസഫ് വ്യക്തമാക്കി. Managing assignments and submissions online was also a concern at the beginning. However, this was made simple and systematic as assignments are now given and submitted through the same platform MS Teams, ensuring smooth tracking and organization. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള കൊച്ചുകുട്ടികൾക്ക് ഓൺലൈൻ പഠനം വെല്ലുവിളികളാകാതിരിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. രക്ഷിതാക്കളുടെ സാന്നിധ്യവും പിന്തുണയും ഉറപ്പാക്കുന്നതിനായി വൈകുന്നേരങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് കുട്ടികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്ന് ഹെഡ് മിസ്ട്രസ് മുനീറ മമ്മിക്കുട്ടി അഭിപ്രായപ്പെട്ടു. Our teachers have also designed interactive and engaging materials that bring lessons to life, making learning not just effective but truly enjoyable. വെറും അക്കാദമിക് പഠനം മാത്രമല്ല, ശാരീരിക വിദ്യാഭ്യാസം, നൃത്തം, സംഗീതം, കല എന്നിവയും ഓൺലൈൻ വഴി ഫലപ്രദമായി നൽകുന്നുണ്ട്. കുട്ടികൾക്ക് സ്ക്രീനിന് മുന്നിൽ അധിക സമയം ചെലവഴിക്കേണ്ടി വരുന്നതിലെ തളർച്ച ഒഴിവാക്കാൻ ടൈം ടേബിളിൽ കൃത്യമായ ഇടവേളകൾ അനുവദിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്കായി രക്ഷിതാക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ വൈകുന്നേരങ്ങളിൽ പ്രത്യേക ക്ലാസുകളും ക്രമീകരിച്ചു. Through this supportive, connected and enriching approach, we aim to build not just strong learners but happy, confident individuals ready to explore the world around them. രക്ഷിതാക്കളുമായി നിരന്തരം സംവദിക്കാനും അവരുടെ ആശങ്കകൾ പരിഹരിക്കുവാനും ഓൺലൈൻ ഓറിയന്റേഷൻ സെഷനുകൾ സ്കൂൾ നടത്തിവരുന്നു. സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും പഠനം നിന്നുപോകില്ലെന്ന ഭവൻസ് കുവൈറ്റിന്റെ ഉറപ്പ് പ്രവാസി സമൂഹത്തിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ പുതിയ അധ്യയന വർഷം മികച്ചതാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഭവൻസ് കുവൈറ്റ്. Indian Educational School Kuwait. Every child's learning journey is nurtured with care, warmth and purpose. അനിശ്ചിതത്വങ്ങൾക്കിടയിലും വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഭവൻസ് മാനേജ്മെന്റും അധ്യാപകരും. ഓൺലൈൻ പഠനത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയും രക്ഷിതാക്കളുടെ പൂർണ്ണ സഹകരണം ഉറപ്പാക്കിയും പുതിയ അധ്യയന വർഷത്തെ ആത്മവിശ്വാസത്തോടെ വരവേൽക്കുകയാണ് ഈ വിദ്യാലയം. വെല്ലുവിളികൾ എന്തുതന്നെയായാലും പഠനവും വളർച്ചയും തുടരുമെന്ന ഭവൻസ് കുവൈറ്റിന്റെ ഈ മാതൃക പ്രവാസി സമൂഹത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കുവൈറ്റ് ജനത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.